ടീക്ക് പാനലിങ്ങോട് കൂടിയ യൂറോപ്യൻ പാനൽ ഡോർ അല്ലേ? ഇതിനൊക്കെ ഏകദേശം എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു കസ്റ്റമർ? CNC മൗൾഡ് ചെയ്താ. ഒന്ന് ബെൻഡ് കഴിഞ്ഞ രണ്ടാമത്തെ പ്രശ്നം ടെർമൈറ്റ് ആണ്. ഇതിന്റെ മറ്റൊരു ഡിസൈനാണ്. ഇത് നമുക്ക് വിനീർ ഒട്ടിക്കാം, മൈക്ക ഒട്ടിക്കാം. അതിൽ ഏത് കാർപ്പൻറ്റർക്ക് ചെയ്യാൻ സാധിക്കും? ഏത് കാർപ്പൻറ്റർ. നമസ്കാരം. നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത്, അതായത് വീട് വെക്കുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതിൽ ഉപയോഗിക്കുന്ന ഡോറുകൾ. പ്രധാനമായിട്ടും ഇൻറ്റീരിയർ ഉപയോഗിക്കുന്ന ഡോറുകൾ. ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഡോർ അടക്കം നമ്മൾ വളരെ ശ്രദ്ധ പുലർത്തിയാണ് അത് പർച്ചേസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡോറിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഡോറ് ഒരു ചാനലിലൂടെ പുറത്തോട്ട് വരുന്നത്. അതായത് യൂറോപ്യൻ പാനൽ ഡോറുകൾ. മോൾഡൽ പാനൽ ഡോർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള യൂറോപ്യൻ പാനൽ ഡോർ. ഇതിൽ പ്രധാനമായിട്ടുള്ള മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ ടീക്കാണ്. ടീക്ക് പാനൽ ഡോറെന്നും ഇതിന് പറയാറുണ്ട്. കൂടുതലായിട്ടുള്ളവർ നമുക്ക് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ ലുക്മാൻ ഭായാണ്. വന്നാട്ടെ. ഇന്ത്യയിലത്തെ എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരേ ഒരാൾ നിങ്ങളാണ് ഇന്ത്യയിൽ തന്നെ കമേഴ്ഷ്യലായിട്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മുടെ ജനങ്ങൾക്കായിട്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു, മോൾഡഡ് പാനൽ ഡോർ നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ടുണ്ട്. ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടീക്ക് പാനലിങ്ങോട് കൂടിയ യൂറോപ്യൻ പാനൽ ഡോർ അല്ലേ? നമുക്ക് ഇതിലോട്ട് പോയാലോ? ഓരോന്നിലോട്ട് പോയി നമുക്ക് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്? ഇത് 30 mm ബ്ലോക്ക് വുഡ്. ഓക്കെ. അതിൻ്റെ മേലെ 7 mm ടീക്കിൻ്റെ ഒറിജിനൽ പാനൽസ്. 7 mm ടീക്കിൻ്റെ ഒറിജിനൽ പാനൽസ് ടീക്ക് പാനൽസ്. അതും ക്വാളിറ്റി മരം. ഓക്കെ. അൺപോളിഷ്ഡ് ആയിരിക്കും. പോളിഷ് കസ്റ്റമർ ചെയ്യണം, അവരെ അനുസരണം. ബാക്കിൽ വീനിയർ വരും. വീനിയർ അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കസ്റ്റമറുടെ അടുത്തോട്ട് ചെല്ലുന്നത് പോളിഷ് ചെയ്യാതെയാണ്, അൺപോളിഷ്ഡ് ആണ്. അവർക്കത് ടെസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള രീതിക്ക് തന്നെ ചെയ്യും. ഇത് തന്നെ നോക്കിയാലേ ഈ കാണുന്നതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ സംഗതിയാണ്. ഒറിജിനൽ പെയിൻസ് ആണ് കംപ്ലീറ്റ്. കൈ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമേ. ഇനി ഇതിനകത്തൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോൾ എത്ര തിക്നെസ് വരുന്നത്? 33 എന്ന് പറഞ്ഞു. 35 വരെയുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ എന്നാ പറയുന്നത് ഒരു മോഡേൺ ഡിസൈനാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോണ്ടംപററി മോഡേൺ ഡിസൈനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതൊക്കെ ഡിസൈനിൽ പോകുന്നുണ്ട്? ഇത് ബേസിക്കലി ആർക്കിടെക്ട്സ് ഇതിനെ വിളിക്കാൻ ആർക്കിടെക്ട് ഡോർസ് എന്ന് വിളിക്കും. അവർ ആർക്കിടെക്ചർ ബേസിക്കലി വീട്ടിൽ ചെറിയ പ്രൊഡക്ഷൻ അവർ ചെയ്യുന്നതായി ഈ ഡോർസ് എല്ലാം. അപ്പോൾ ഇത് ഒറിജിനൽ ടീക്കിൻ്റെ പാനൽസ് ഹോട്ട് പ്രസ് ചെയ്തതാണ്. ഹോട്ട് പ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പം 16,000 കിലോസിന് വെയിറ്റിൽ പ്രസ് ചെയ്തിട്ട് എടുത്ത ഡോർസ്. ഹൈഡ്രോളിക് ഹോട്ട് പ്രസ്. അതായത് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്ലൈവുഡ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ഹോട്ട് പ്രസിങ്ങിലൂടെയാണ്. സെയിം പ്ലൈവുഡ് എന്തിനാ എന്ന് പറഞ്ഞാൽ ഈ ഗമ്മിങ് ആക്ച്വലി ഉള്ളിൽ പിടിക്കാൻ ഹോട്ട് പ്രസ് ചെയ്താൽ മാത്രമേ ശരിക്കും പിടിക്കുള്ളൂ, ക്ലിയർ ആയിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെ നാളെ പൊളിഞ്ഞു വരാനായിട്ടുള്ള അവസരത്തിലോട്ട് വരരുത്. അതിനായിട്ടാണ് അല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമ്മളിവിടെ കണ്ടത് ഒരു ഡിസൈനാണ്. നമുക്ക് അടുത്ത വിവരങ്ങൾ അടുത്ത ഡിസൈനിൽ ചെന്നിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വേറൊരു ഡിസൈനാണ്. ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഗ്രൂ ഇടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ 7 mm അല്ലേ എടുത്ത് പറഞ്ഞ് ആ ഒരു തിക്നെസ് ക്ലിയർ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇത് 7 mm എന്ന് പറഞ്ഞാൽ മരം എടുക്കുമ്പോൾ 7 mm ആയിരിക്കും. ഇത് ഫൈനൽ ഫിനിഷ് വരുമ്പോൾ 5 mm അടുത്തേ നിൽക്കുള്ളൂ. ഓക്കെ. ഈ ഗ്രൂസ് എല്ലാം ഒറിജിനൽ ടീക്കിന്റെ ഗ്രൂസ് തന്നെയാണ്. നോക്കിയാൽ കാണാം. ഇത് മരത്തിൽ ടച്ച് ആവില്ല. ഇത് ഇതിന്റെ തന്നെ ഗ്രൂസ് ആണ്. ഈ ഗ്രൂസ് എല്ലാം ഒറിജിനൽ ആയിരിക്കും. ഇതിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമ്മളിത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിത് എത്ര സൈസിൽ വരെ ലഭിക്കും? കസ്റ്റം സൈസ്ഡ്, എനി സൈസ് കസ്റ്റമൈസ് ചെയ്യും. 10x5 ആണ്, പ്രശ്നമില്ല. നോ ഇഷ്യൂ. അതാണ് ഞാൻ ചോദിക്കാൻ. എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഇതൊരു കസ്റ്റമർക്ക് ചെല്ലുകയാണ്, അവൻ്റെ സൈസിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസം വന്നു എന്ന് വിചാരിക്കുക. ഇത് ഇച്ചിരി വലുതാണെന്ന് കണക്കാക്കാം. കട്ട് ചെയ്യാൻ പറ്റുമോ? 1/2 ഇഞ്ച് വരെ കട്ട് ചെയ്യാൻ. 2 സൈഡ് ബീഡിങ് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഈ ഡോറിന് 6 സൈഡ് ബീഡിങ് വരും. നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഇത് ഇവിടെ ബീഡിങ് ആണ്. ഓക്കെ. ഇത് കംപ്ലീറ്റ് ടീക്ക് ബീഡിങ് ചെയ്തോ ഈ തിക്നെസ്സിൽ. ഇത് നോക്കിയാൽ കാണാം കേട്ടോ. ഇവിടെയും തിക്നെസ് കാണാം, ഈ തിക്നെസ് ആണ് നമ്മൾ പറഞ്ഞ തിക്നെസ് ഇവിടെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി കസ്റ്റം സൈസാണ്. ഇപ്പോൾ 29.5 എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ പോകാൻ 29.5 സൈസാണ്. ഒരു 1/2 ഇഞ്ച് വരെ ഡിഫറൻസ് വരില്ല. അൺസൈസ്ഡ് ഒന്നും ഉണ്ടാക്കില്ല, എല്ലാം കസ്റ്റം സൈസ്. വി നീഡ് എ ടൈം ടു ബിൽഡ് അപ്പ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 15 to 20 days ഡെലിവറി ടൈം എടുക്കും. കാരണം ഒന്ന് മരം ട്രീറ്റ് ചെയ്യണം. ഈ മരം കംപ്ലീറ്റ്ലി ചേമ്പർ ഡ്രൈഡ് ആണ്. ഇതിലെ മോയ്സ്ചർ ഓൺലി 20% അടുത്തേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ വന്നാൽ ഈ ഗ്യാപ്സ് ഓപ്പൺ ആവും. ബേസിക്കലി ഇവിടെ ആരും കൺസ്ട്രക്ട് ചെയ്യാത്ത ആ റീസൺ കൊണ്ടാണ്, ചേമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ഷനാണ്. പക്ഷേ ഇത് ചേമ്പർ ഡ്രൈഡ് ഫുള്ള് ചേമ്പർ ഡ്രൈയിങ് ആണ്. ക്ലീൻ ഡ്രൈയിങ് ആണോ അതിനകത്ത്? ക്ലീൻ ഡ്രൈ. അതായത് ചേമ്പറിൽ കൃത്യമായിട്ട് ഡ്രൈ ചെയ്തെടുത്താൽ മാത്രമേ ഇതിന് ക്ലിയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. യെസ്. അല്ലെങ്കിൽ ഇതിന്റെ അങ്ങനെ തന്നെ ചോദിക്കാം, ബെൻഡ് വരുന്ന അവസ്ഥ എങ്ങനെയാണ്? ബെൻഡ് ഒന്നും വരില്ല. ആക്ച്വലി ഇത് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് വുഡ് ആണ്. ഓക്കെ. ബേസിക്കലി ഇത് പൊസിഷൻ എടുക്കും. എങ്ങനെ നമ്മൾ വെക്കുന്ന അതേ പൊസിഷൻ എടുക്കും. ഇത് കൊണ്ടുപോയി വെച്ചിട്ട് 1 മാസം 2 മാസം കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ ടൈൽസിന് നേരെ ഇട്ടാൽ അതേ പൊസിഷൻ ഉണ്ടാവും. ഇത് യൂറോപ്യൻ പാനൽ ഡോർ എന്ന് പറയാനായിട്ടുള്ള കാരണം യൂറോപ്പിൽ ഇത് പൈൻ വെച്ചിട്ടല്ലേ ചെയ്യാം? ഇത് പൈൻ വെച്ചിട്ടാണ് ചെയ്യാൻ. നമ്മളത് മാറ്റാനായിട്ടുള്ള റീസൺ യൂറോപ്യൻസ് 3 സാധനം വെച്ച് ചെയ്യും. ഒന്ന് പൈൻ, ഓക്ക് ഇതെല്ലാം വെച്ച് ചെയ്യും. അവർ ബേസിക്കലി എന്താ ചെയ്യുന്നത്, പൈൻ ഭയങ്കര സോഫ്റ്റ് വിടാം. ഭയങ്കര സോഫ്റ്റാണ്. അവർ ചെയ്യാൻ കംപ്ലീറ്റ്ലി ട്രീറ്റഡ് വേ. കംപ്ലീറ്റ്ലി ട്രീറ്റഡ് എന്ന് പറഞ്ഞാൽ അത് മരുന്നിട്ട് മുക്കി ഡിപ്പ് ചെയ്തെല്ലാം ചെയ്യാൻ. അത് അവിടുത്തെ ക്ലൈമറ്റ് അവർ ചെയ്യുന്ന ഗമ്മിങ് പ്രോസസ് എല്ലാം വലിയ ലാർജാണ്. അതിൻ്റെ കോസ്റ്റും അതേപോലെ ഉണ്ടാവും. ഒരു ഡോറിന് ഓൾമോസ്റ്റ് അവിടുത്തെ കോസ്റ്റ് $300-400 ഉണ്ടാവും ഒരു സിമ്പിൾ ഡോർ. ഇന്ത്യ 18 ഇപ്പോൾ കണക്കാക്കി കണക്ക് കൂട്ടിയാൽ അല്ലെങ്കിൽ കണക്ക് കിട്ടും. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ ബേസിക്കലി നമ്മൾ ആൾക്കാരുടെ ട്രഡീഷൻ എല്ലാം മാറും. നമ്മൾ പൈന് കാണുമ്പോൾ തന്നെ പാക്കിംഗ് വുഡാന്ന് പറയും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വി ആർ ഹാപ്പി വിത്ത് ദ ടീക്ക്. എവരിവൺ നോസ് ദ ടീക്ക്. അപ്പോൾ ദിസ് ഈസ് എസ്പെഷ്യലി ഇന്ത്യൻ ടീക്ക്. ഇതിനകത്ത് ഞാൻ അന്നേരം ഈ റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പോൾ ഇതിനൊക്കെ ഏകദേശം എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? ഒരു കസ്റ്റമർക്ക് എത്ര രൂപയ്ക്ക് പോകുന്നതാണ് ഇത്? ഇതിപ്പം 2 മാതിരിയാണ്. ഒന്ന്, വി ക്യാൻ ഡു വിത്ത് മൈക്ക ഓൾസോ. മൈക്ക ബാക്കിൽ മൈക്ക വെച്ച് ഒട്ടിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് $600 ആ റേഞ്ച് കൊടുക്കാം. സ്ക്വയർ ഫീറ്റ് റേറ്റ്. ഓക്കെ. അല്ല വിനീർ ചെയ്യുന്നുണ്ടല്ലേ? വിനീർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡോർ, ആവറേജ് ബെഡ്റൂം ഡോറിന് ഒരു $12,000 ആ റേഞ്ച് വരത്തുള്ളൂ. ഓക്കെ. അതായത് മൈക്ക് വരുമ്പോൾ നമുക്കൊരു 9,000 രൂപ കൊടുക്കാൻ പറ്റുമെങ്കിൽ വിനീർ വരുമ്പോഴത്തേക്ക് 12,000 രൂപ. നോർമലി അതും വി യൂസ് ഇതേ മരത്തിന്റെ വീനിയറാണ് യൂസ് ചെയ്യുന്നത്. വെരി ഹൈ ക്വാളിറ്റി ഇന്ത്യൻ വീനിയർ, ഇമ്പോർട്ടഡ് അല്ല, ഇന്ത്യൻ വീനിയർ തന്നെയാണ്. അത് ക്വാളിറ്റി ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് 4mm തിക്നെസ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും നമ്മളിപ്പോൾ കണ്ടു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതിയാണ് അതായിരിക്കുന്നത് CNC ഡോർസ്. എനിക്ക് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന 3 ആ ഒരു ടൈപ്പാണ്. ഇതും നമ്മൾ, ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് എത്ര ഡിസൈൻ ഉണ്ട്? ഒരു 1000+ ഡിസൈൻസ് ഉണ്ട്. ഞങ്ങളിവിടെ വെറും 7 ഡിസൈനേ വെച്ചിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് 1000 ഡിസൈൻസ് അവൈലബിൾ. 1000+ ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു വിവരം പറഞ്ഞാട്ടെ. ഇതിപ്പം 10mm ബോർഡാണ്. 10mm മരം പേസ്റ്റ് ചെയ്താണ്. ഇതിൻ്റെ മേലെ പേസ്റ്റ് ചെയ്തിട്ട് CNC മൗൾഡ് ചെയ്താണ്. 10mm എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ 10mm വരുന്നതെന്ന് വെച്ചാൽ ഈ CNCക്ക് ആവശ്യമായിട്ട് ഗ്രൂവ്സിനെല്ലാം ആവശ്യമായതുകൊണ്ട് ആ 10mm വേണം. ഈ ഗ്രൂവ്സ് അത് ജസ്റ്റ് ഞാനൊന്ന് ടച്ച് ആൻഡ് ഫീൽ, അത് വീഡിയോയിൽ എത്രമാത്രം കിട്ടുമെന്ന് എനിക്കറിയില്ല. ടച്ച് ആൻഡ് ഫീൽ ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു CNC ചെയ്തതാണെന്ന് തോന്നത്തില്ല. ഇതെങ്ങനെ നമ്മളത് വളരെ എഞ്ചിനീയർഡായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഒരു ഫിനിഷ് ഉണ്ട്. ആ ഫിനിഷ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കട്ടിങ് ഒക്കെ ഇതിൽ പറഞ്ഞ കണക്ക് തന്നെയാണോ? അത് സെയിം പ്രോസസ്സാണ്. പക്ഷേ ഇത് ഇപ്പോൾ CNC ചെയ്തു. ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്നത് പാനലിങ്ങിലാണ് മെയിനായിട്ട്. ഇത് ആക്ച്വലി ഇതിൻ്റെ തിക്നെസ് നമുക്ക് വേണമെങ്കിൽ കുറക്കാം. 12mm വരെ കൊണ്ടുവരാം. ഈ പാനലിംഗ് അല്ല, ഇത് 12mm ഓൾറെഡി മരം ഒരു 12mm ബോർഡ് പ്ലൈവുഡിൻ്റെ പ്രശ്നമാണ്, പ്ലൈവുഡ് പൊളയും. വാളിന് ചെയ്താൽ പ്രശ്നമില്ല, പൊളച്ചിലൊന്നും പ്രശ്നമില്ല, സ്ക്രൂ ചെയ്യുമല്ലോ. അപ്പോൾ ദർ ഇസ് നോ ഇഷ്യൂസ്. അതാണെങ്കിൽ ഇതേ പ്രൈസ് വരും. ഇറ്റ് വിൽ കം അറൗണ്ട് $850 to $900 per square feet ഈ ഒരു പ്രോഡക്റ്റ്. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ഒന്ന് ബെൻഡ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രശ്നം ടെർമൈറ്റ് ആണ്. കാര്യം ടെർമൈറ്റ് ഇഷ്യൂ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, ലാറ്ററൈറ്റ് സോയിലാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ടെർമൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഇത് ടെർമൈറ്റ് ട്രീറ്റഡ് ആണ് ഓൾറെഡി. ഇത് ആക്ച്വലി ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ എക്സ്ട്രാ പറയുന്നുണ്ടെങ്കിൽ വിൽ മേക്ക് ഇറ്റ് കസ്റ്റമൈസ്ഡ്. കസ്റ്റമൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെർമൈറ്റ് ഫുൾ 100% ട്രീറ്റ്മെൻറ്റ് PU ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ചാർജ് യു ലിറ്റിൽ ബിറ്റ്. ഫുൾ PU ചെയ്യാം. ബോർഡ് ഫുൾ PU. മരം എന്തായാലും ഇത് ടെർമൈറ്റ് പ്രൂഫാണ്, തേക്കാണ്. ഇത് ഹൈ ഓയിൽ കണ്ടന്റ് ആണ്. നിങ്ങൾ മരം
സാധനം കൊണ്ടാകുന്ന മനസ്സിലാവും ഇറ്റ് ഹാസ് ഓയിൽ കണ്ടന്റ് അറൌണ്ട് 3 to 4% എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. നമുക്ക് നാളെ ഒരു അവസരത്തിൽ നിങ്ങളുടെ ഫാക്ടറിയുടെ ഒന്ന് വീഡിയോ ചെയ്യണം. കാര്യം അന്നേരത്തേക്ക് കുറച്ചുകൂടെ സ്മെല്ല് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കത്തില്ല, പക്ഷേ ഫീൽ ചെയ്യിക്കാൻ പറ്റും. കസ്റ്റമർ ഡോർ കിട്ടുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും. ആണോ? നിങ്ങൾ പോളിഷ് ചെയ്യാതെയാണല്ലോ കൊടുക്കുന്നത്? പോളിഷ് ചെയ്യാണ്ട് കൊടുക്കും. യെസ്, അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. എത്ര വർഷമാണ്? 12 years വരെ. 12 years വാറണ്ടി. അതിൽ നമ്മുടെ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് വാറണ്ടിയിൽ? ടെർമൈറ്റ്സ് നമ്മളിപ്പോൾ ലാറ്ററൈസ് സ്റ്റോൺ ആണെങ്കിൽ ടെർമൈറ്റ്സ് ഇപ്പോൾ വെരി ഹൈ ഉണ്ടാവും. അതെ, അവിടെ ഇപ്പം കണ്ടു നോക്കി ചെയ്യാം. ബേസിക്കലി അതിൻ്റെ പ്രൊഡക്ഷൻ ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇറ്റ് വിൽ 12 years വാറണ്ടി. നമ്മളത് എളി പോവോ അല്ലെങ്കിൽ മുറിഞ്ഞു പോവോ അല്ലെങ്കിൽ താങ്ങി പോവോ എന്തെങ്കിലും ചെയ്താൽ ഇതിന്റെ ഇതുകൊണ്ട്. കാര്യം ടെർമൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സോയിൽ അങ്ങനെയാണ്. ടെർമൈറ്റ് ട്രീറ്റ്മെന്റ് തീർച്ചയായിട്ടും ചെയ്യണം എന്ന് തന്നെയാണ്. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാർഡ് വുഡ് ഇട്ടാൽ ടെർമൈറ്റ്സ് ബേസിക്കലി ഇപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ലോക്കൽ മരമായിട്ട് ടെർമൈറ്റ് അടിച്ചാൽ കസ്റ്റമർ മിസ്റ്റേക്ക് അല്ല. വി യൂസ് എ വെരി ഗുഡ് വുഡ്. ആ ടെർമൈറ്റ് റെസിസ്റ്റന്റ് വുഡ് ആയിരിക്കും. അന്നെങ്കിൽ ഹെവി ടെർമൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ താങ്ങിന്ന് വരും, പ്രശ്നം വരത്തുള്ളൂ. ഓക്കെ, ഇത് അതിന്റെ മറ്റൊരു ഡിസൈനാണ്. ഇതുപോലുള്ള ഒരുപാട് ഡിസൈൻസ് നമുക്ക് കൊടുക്കാനുണ്ടാവുമല്ലോ അല്ലേ? കസ്റ്റമർ മൈൻഡിലും ഡിസൈൻ ഉണ്ടാവും കുറേ. എവറി പേഴ്സൺ ഹാവ് देयर കസ്റ്റം ഡിസൈൻ. അതെ. ഇതിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇതിപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഒന്ന് ഇന്റീരിയർ, പിന്നെ ഒന്ന് മെയിൻ ഡോർ. ഫ്ലാറ്റുകളിൽ ഓഫ് കോഴ്സ് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. വെരി വെൽ, നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. വീടിന്റെ മെയിൻ ഡോറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടോ? ഇപ്പോൾ ഇൻഡോർ ആണെങ്കിൽ വാട്ടർ പ്രൂഫിങ് ചെയ്ത് കൊടുക്കാം. പക്ഷേ കോസ്റ്റ് കുറച്ച് മാറും. ഗമ്മിങ്ങും പിന്നെ ഫുള്ള് ബോർഡ് ഫുള്ള് PU ഡ്രിപ്പ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. അന്നേരം ഏകദേശം എത്ര രൂപ വരും നമുക്ക് പറയാൻ സാധിക്കും? അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 200 rupees എക്സ്ട്രാ വരും. 1000 rupees എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു റേറ്റിന് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇനി ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ മെയിൻ ഡോറ്. മറ്റൊന്നാണ് നമ്മുടെ ബാത്റൂം ഡോർസ്. വെറ്റ് ഏരിയ ശരിക്ക് വിസിബിൾ ആയിട്ടും അതിലോട്ട് വെള്ളം വരുന്ന ഏരിയ, അതിലോട്ട് നമുക്കിത് കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, ബാക്ക് സൈഡ് എവിടെ വെറ്റ് ഏരിയ വരും അവിടെ മൈക്ക വരും. ഓക്കെ, മൈക്ക ഷീറ്റ്. യെസ്, ഇതിപ്പോൾ നമ്മൾ റോ ഫിനിഷ് അല്ലേ കാണിച്ചിരിക്കുന്നത്? നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമല്ലോ അല്ലേ? ഇങ്ങനെ വരും ബാക്ക് സൈഡ്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ്. ഇതിലോട്ട് നമുക്ക് വിനീർ ഒട്ടിക്കാം, മൈക്ക ഒട്ടിക്കാം. ഇത് ഹാർഡ് മൈക്ക ഒട്ടിക്കുന്ന റീസൺ ഇതിന്റെ ബാക്കിൽ മൈക്ക വരെ ഒട്ടിക്കാത്ത ഗമ്മിങ് പിടിക്കേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സർഫസ് ഒരു റഫ് സർഫേസ് ഇത് ഗമ്മിങ് പിടിക്കേണ്ടിയിട്ട്. അതെ, അത് നമുക്ക് തൊട്ട് നോക്കി അറിയാൻ പറ്റും. ഗമ്മിങ് ക്വാളിറ്റി നല്ല അധികം നിൽക്കുന്നത്. അതെ അല്ലേ? ഇത് പ്രസ് ചെയ്യുന്ന ഏത് ഗമ്മ് അങ്ങനെ നമുക്ക് പറയാനുണ്ടോ? ഇത് പ്രൊബോണ്ട് എന്ന് പറഞ്ഞൊരു ഗം. പ്രൊബോണ്ട് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത. ഇനി അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മറ്റൊരു ഡിസൈൻ, അതിൻ്റെ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ഡിസൈൻസ് ആണ് വരുന്നത്. ഇനി നമ്മളിതിപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഒരു വീട്ടിലോട്ട് ചെയ്യുമ്പോഴത്തേക്കും? പ്രധാനമായിട്ടും ഒന്ന് സൈസ് എക്സാക്ട്ലി തന്നാൽ അതിന് 1 ഇഞ്ച് ഒരു നൂല് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാളേഷൻ ഈസി ആയിരിക്കും, കട്ടിങ് വരില്ല. നമ്മുടെ നാട്ടിൽ ഏത് കാർപ്പൻറ്റർക്ക് ഇത് ചെയ്യാൻ സാധിക്കും? ഏത് കാർപ്പൻറ്ററും ചെയ്യാം. അയാൾ സാധാരണ ഡോർ ചെയ്യുന്ന പോലെ ചെയ്യാം. മോഡൽ പാനൽ ഡോർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫേസിങ്ങിൽ വരുന്ന ടീക്ക് 1, 2 ഇതിനുള്ളിൽ വരുന്ന പ്രൊഡക്റ്റ്, 3 ഈ പ്രൊഡക്റ്റ് നിങ്ങൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, 4 ഇതിന് കൊടുക്കുന്ന വാറണ്ടി. അങ്ങനെ തന്നെ അല്ലേ? ഇനി ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു പൊഴിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡോർ വെക്കാനായിട്ട് പൊഴിക്കുകയാണ്, നമുക്ക് ഏത് ഏരിയ വരെ നമുക്ക് പൊഴിക്കാൻ സാധിക്കും? ഈ ഒരു ഇതിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റും? ഇതിപ്പം ഇതൊരു 1/2 ഇഞ്ച് വരും. ഇത് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് വരെ ഗ്യാപ്പ് ഉണ്ട്, സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഒക്കെ ചെയ്യാൻ സാധിക്കുമല്ലോ അല്ലേ? എന്തും ചെയ്യാം, ഏതും ചെയ്യാം. ഇത് ഫുൾ സോളിഡ് ആണ്. ഫുൾ സോളിഡ്. ഇത് 37 കിലോ. ഞാൻ വെയിറ്റ് ചോദിക്കാൻ വരുമായിരുന്നു അടുത്ത്, എങ്ങനെയുണ്ട് വെയിറ്റ് എത്ര എന്ന് ചോദിക്കാനായിട്ട് വന്നപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ശരി, ഇപ്പോൾ ഇത് ഓൾറെഡി കണ്ടു. ഇനി അടുത്ത പ്രോഡക്റ്റ് ഇതാണ്. ഇതിനെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ റേറ്റ് തന്നെ, റേറ്റ് വ്യത്യാസം വരുന്നത് ഈ ഒരു പ്രോഡക്റ്റിന് അല്ലേ? ഇതൊരു ഫ്രെയിംലെസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ ഒന്ന് പറഞ്ഞാൽ ഇപ്പം മോഡേൺ ഡോസ് കംപ്ലീറ്റ് വരുന്ന ഫ്രെയിംലെസ് കോൺസെപ്റ്റിലാണ്. അതെ, ആക്ച്വലി ഇപ്പം മെംബ്രെയിൻ ഡോർ ആണെങ്കിൽ ശരി, നിങ്ങളെ മോഡൽ പാനൽ ഡോറും പാനൽസ് എല്ലാം ഫ്രെയിംലെസ് കോൺസെപ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഫ്രെയിംലെസ്സിൽ എക്സ്പ്ലോറേഷൻ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. വി ക്യാൻ മേക്ക് ലോട്ട് ഓഫ് ഡിസൈൻ അക്കോർഡിംഗ് ടു യുവർ കോൺസെപ്റ്റ്. ജസ്റ്റ് ഒരു ബോർഡാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് ഇപ്പോൾ ഫ്രെയിംലെസ് കോൺസെപ്റ്റിൽ ചെയ്യാൻ പറ്റും. മറ്റേത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. സോ ആ ഒരു അഡ്വാൻറ്റേജ് ഇതിന് വളരെ കൂടുതലാണ്. ഇതിനകത്ത് ഞാൻ എൻ്റെ ഒരു പെട്ടെന്ന് എനിക്ക് ഓർത്തൊരു കാര്യം പറയാം. ഈ ഡോറിലൊക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പല രൂപങ്ങൾ, ഇപ്പോൾ ചില ആൾക്കാർ ക്രിസ്ത്യൻസൊക്കെയാണ് ക്രിസ്തുവിൻ്റെ രൂപങ്ങളും ഒക്കെ ഇതിനകത്ത് ചെയ്തെടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഇതിനകത്ത് സാധിക്കും, ഈസി ആയിട്ട് സാധിക്കും.
അതിനൊക്കെ വലിയ എമൗണ്ട് ചിലവാകാറുണ്ട്. ഇതിനും അതേ കോസ്റ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്ത് ഡിസൈൻ വേണം ചെയ്യെങ്കിൽ ജസ്റ്റ് ഇത് ഗ്രൂവിൻ്റെ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഇപ്പം മൈ മദേഴ്സ് ബെഡ്റൂം അതെല്ലാം ചെയ്യാം. എല്ലാം ചെയ്യാൻ സാധിക്കും. എന്തും ചെയ്യാം. അതായത് ഈ തിക്നെസ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. അങ്ങനെ തന്നെ അല്ലേ? മാക്സിമം 10 mm ചെയ്യാൻ പറ്റും. ചെയ്യാറുള്ളൂ. ഓക്കെ ഓക്കെ. അതിൽ നിന്നാണ് നമ്മൾ ബാക്കിയെല്ലാം വർക്ക് ജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ എഞ്ചിനീയറിംഗ് ക്വാളിറ്റി പോകും. ബിക്കോസ് 10 mm മേലെ ഇറ്റ് ഹാസ് ചാൻസ് ടു ബെൻഡ് ആവാൻ. അത് തന്നെ അത് വലിയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വില കൊടുക്കാൻ പറ്റുക. യെസ്, പ്രത്യേകിച്ച് ടീക്ക് ആണല്ലോ. ടീക്ക് ആകുമ്പോഴത്തേക്കും ഇത്രയും ബാക്ക് സൈഡിൽ ഇത്രയും തിക്നെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബലം അതിനെ പിടിച്ച് ബാക്കിലോട്ട് വലിക്കും അല്ലേ? ഇനി എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്, ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമാണ്, ഇത് കട്ടള ഏതൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. ഏത് കട്ടിലമാണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഇപ്പോൾ 35 mm തിക്നെസ് വരും. 35 mm തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി ഐ ട്രൈഡ് വിത്ത് 30. ഈ ബോർഡിൽ അടക്കം 30 ട്രൈ ചെയ്തിട്ട് ഇറ്റ് ഡസൻ ഗോസ് ഗുഡ് വിത്ത് ഇറ്റ്. അത് വലിയാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അപ്പം ഇത് ഇപ്പോൾ 4-5 ഇയേഴ്സ് മാർക്കറ്റിലുള്ള സാധനം. ബാംഗ്ലൂരല്ല, ഫ്ലാറ്റ്സിൽ ബാംഗ്ലൂർ പോയാൽ കാണാം ധാരാളമായിട്ട്. ഇവിടെ പോകും ധാരാളം. അപ്പം ദിസ് ഇസ് ടെസ്റ്റ് ആൻഡ് ട്രൈഡാ. ഇതിപ്പോൾ ഫൈനലാ. ഇത് ആക്ച്വലി ഇതിലേ വർക്കൗട്ട് ആവുള്ളൂ. ഇതിപ്പോൾ 34-35 mm വരെ തിക്നെസ് വരും. ഈ തിക്നെസ്സിൻ്റെ കുറച്ച് ചെയ്യാനും പറ്റൂല. ബേസിക്കലി ആർക്കിടെക്ട്സ് എല്ലാം ചോദിക്കും ഇതിനെക്കാട്ടി ചെറിയ സൈസിൽ ചെയ്യാൻ പറ്റും. 24 mm ബോർഡിൽ ചെയ്താൽ 30 mm 32 mm തിക്നെസ് കറക്റ്റ് വരും. പക്ഷെ അത് എഞ്ചിനീയർഡ് ക്വാളിറ്റി ആവില്ല. കാരണം ദിസ് ഇസ് നൗ ടെസ്റ്റ് ആൻഡ് ട്രൈഡാ. ഇത് ബെൻഡ് ആവില്ല. ഇത് കംപ്ലീറ്റ്ലി ട്രൈഡാ. They are using for 4 years, no complaints until now. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏത് കട്ടള വേണേൽ യൂസ് ചെയ്യാന്നുള്ളതാണ്. കട്ടള യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തടിയുടെ കട്ടള യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ട്രീറ്റഡ് ആയിട്ടുള്ള വുഡല്ല എന്നുണ്ടെങ്കിൽ കട്ടള വെള്ളം പിടിക്കും, എന്നിട്ട് ഇത് വളയും. അപ്പോൾ പല ആൾക്കാരും ചിന്തിക്കുന്നത് മരം അതിന് ശേഷം വളഞ്ഞു വന്നാൽ ആദ്യം വളയുന്നത് കട്ടള, അതിന് ശേഷമാണ് മരത്തിലോട്ട് വരുന്നത്. അങ്ങനെയല്ലേ? ശരിയാ. പിന്നെ ഇത് സ്റ്റീല് അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. കാര്യം അതൊന്നും ബെൻഡിൻ്റെ ഇഷ്യൂ വരുന്നതല്ലല്ലോ. ഇപ്പം ഇത് പ്രശ്നം വരില്ല എന്ന് കാരണം ഇതിൽ ജസ്റ്റ് ദർ വിൽ ബി ഇൻ എ സ്പേസ്, മൈന്യൂട്ട് സ്പേസ് ഉണ്ടാവും. എത്ര എക്സ്പാൻഷനും എത്ര കോൺട്രാക്ഷനും ഇതിൻ്റെ ഉള്ളിലേ നടക്കുകയുള്ളൂ. ഈ പുറത്ത് ഈ 4 ഫ്രെയിം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് പിൻ സ്ക്രൂ ഉണ്ട്, ഒരു ജസ്റ്റ് ഫ്ലാറ്റ് സ്ക്രൂ ഉണ്ട്, അത് അടിച്ച് കയറ്റിന്. സോ എന്ത് നടന്നാലും ഇതിൻ്റെ ഉള്ളിലേ നടക്കുള്ളൂ. ഇതിൻ്റെ പുറത്തൊന്നും ചെയ്യും ഒന്നും ആവും. ദർ ഇസ് എ ലോ. എന്തായാലും മരമാണ്, അതിൻ്റെ എക്സ്പാൻഷൻ ക്വാളിറ്റി അത് വിടൂല. ബട്ട് എവറിത്തിങ് ഹാപ്പൻസ് ഇൻസൈഡ് ദിസ്. ഇനി നിങ്ങളുടെ സർവീസാണ്. നോർമലി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നിങ്ങൾ കർണാടകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? കർണാടകത്തിലെ ഫ്ലാറ്റുകളിൽ ഒരു 5-6 വർഷമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ്. കർണാടകയിലും ഫസ്റ്റ് ടൈം ഞാൻ തുടങ്ങിയ, കേരളത്തിലും ഫസ്റ്റ് ടൈം ഞാൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് കേരളത്തിലോട്ട് എത്തുകയും ചെയ്തിരിക്കുന്നു അല്ലേ? ഇതിൽ നമ്മുടെ സർവീസ് ആ നെറ്റ്വർക്ക് ഒന്ന് പറഞ്ഞാട്ടെ. അതായത് നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായിട്ട് ചോദിച്ചാൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ജനങ്ങളുണ്ട്. എവിടെയാണെങ്കിലും അതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. ഇത് 20 days ടൈം. ഓക്കെ. പ്രൊഡക്ഷൻ ടൈം 20 days. അറ്റ്ലീസ്റ്റ് 20 days വേണം പ്രൊഡക്ഷൻ ചെയ്യാൻ. എവറിത്തിങ് ഈസ് കസ്റ്റം ടൈം. കാരണം ഒന്ന് ക്ലീൻ ഡ്രൈ, ചിലപ്പോൾ മരത്തിൻ്റെ വേരിയേഷൻ വരും. ചിലപ്പോൾ കസ്റ്റമർ എൻ്റെ മരം കുറച്ചും കൂടി തിക്നെസ് കൂടുതലാണ്, അതും കൂടി നമുക്ക് ചെയ്യാം. എല്ലാം കസ്റ്റമൈസ്ഡ്, കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡാണ്. പിന്നെ 20 days ഡെലിവറി ടൈം. നിയറസ്റ്റ് പാർസൽ സർവീസ്. ഓക്കെ, ശരി. നിയറസ്റ്റ് പാർസൽ സർവീസ്, നിയറസ്റ്റ് അതുവരെ ഡെലിവറി നമ്മൾ കൊടുക്കും. അതിൻ്റെ കസ്റ്റമർ ബാക്കി പിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് നോർമലി എല്ലാ ആൾക്കാരും കൊടുക്കുന്ന ഒരു സാധനം തന്നെയാണ്. അതിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ സാധനം വെച്ചാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇതിൻ്റെ ക്വാളിറ്റി ആക്ച്വലി ഫീൽ ചെയ്യേണ്ടിയിട്ടാണ് പോളിഷ് ചെയ്യാത്തത്. ഇപ്പോൾ പോളിഷ് ചെയ്താൽ എന്ത് മരമാണെങ്കിലും എനിക്കിടാം. ബട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി കസ്റ്റമർ ഫീൽ ചെയ്യേണ്ടിയിട്ടാണ് ഇറ്റ് ഈസ് അൺപോളിഷ്ഡ് വരുന്നത്. കംപ്ലീറ്റ് വീനിയർ അടക്കം അൺപോളിഷ്ഡ് വരുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം, ഒരു ആൾക്ക് ഇപ്പം നമുക്ക് ഒരു കാസർഗോഡോ കണ്ണൂരോ തിരുവനന്തപുരത്തോ ഉള്ളൊരു കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റ് കാണണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ അവരെ സമയത്തോളം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളിടത്താണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രസക്തി അല്ലേ? ഇത് നിങ്ങൾ സാമ്പിൾ അടിച്ചിരിക്കുന്നതല്ലേ? ഇതൊരു സാമ്പിൾ ഡോറാണ്. ആക്ച്വലി ഇവരുടെ സ്റ്റാഫ്, ഇവരുടെ എക്സിക്യൂട്ടീവ് ഈ പ്രൊഡക്റ്റുമായിട്ട് ആരാണോ കസ്റ്റമർ അവരുടെ അടുത്ത് വന്ന് ഈ പ്രൊഡക്റ്റ് കാണിച്ച് ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഡെലിവറി കൊടുക്കും. അങ്ങനെ തന്നെയല്ലേ? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, വളരെ യുണീക്ക് ആയിട്ടുള്ള ഡോറുകൾ ഒരേപോലെ എല്ലാ സ്ഥലത്തും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. യെസ്, ബാംഗ്ലൂർ പ്രസ്റ്റീജ് എന്നുള്ള കമ്പനി ഉണ്ട്. ദേ കസ്റ്റമൈസ് ഡിസൈൻസ്. ഇപ്പം സ്പെഷ്യൽ കസ്റ്റമർ ആണെങ്കിൽ അവരെ പേരിൽ കാവ് ചെയ്തിട്ടാണ് കൊടുക്കാൻ. ഇപ്പം ഒരു കസ്റ്റമറിന് എൻ്റെ പേര് വേണം, ബെഡ്റൂമിൻ്റെ ആ ഡോറിൻ്റെ മേലെ മാസ്റ്റർ ബെഡ്റൂം വേണം, എല്ലാം എന്ത് വേണം ചെയ്ത് തന്നെ കൊടുക്കാം. യെസ്, എല്ലാം ഫ്രീ ആണ്.
ഫ്രീ ആണ്. വെരി ഗുഡ്. എന്തായാലും നമുക്ക് അതുകൂടെ വീഡിയോ ആക്കാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. നമുക്കൊരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് അത് ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു എന്താ പറയുന്നത്, ഇങ്ങനൊരു വെഞ്ചർ കേരളത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ സപ്പോർട്ടും ഇവർ ഡയറക്റ്റ് തന്നെ തരുന്നതായിരിക്കും. ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ഇവരുടെ എക്സിക്യൂട്ടീവ് നേരിട്ട് വന്ന് നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കാണിച്ചു തന്ന് ക്ലോസ് ചെയ്യുന്നതാണ്. അല്ലാതെ വരുന്നവർക്ക് ഇവരുടെ ഷോറൂമിലേക്ക് നേരിട്ട് എത്താം. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം. അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. പലതും പുതിയതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കാഴ്ചയ്ക്ക് പുതിയത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇതാദ്യമാണെങ്കിലും കർണാടകത്തിലൊക്കെ നേരത്തെ തന്നെ ഇവരുടെ ഫാക്ടറി ഉണ്ട്. ഇവർ പല ഫ്ലാറ്റുകളിലോട്ടും കഴിഞ്ഞ 6-7 വർഷമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഒരു റൂം ഡോറൊക്കെ ആണെങ്കിൽ നമുക്കൊരു 9,000 റുപ്പീസിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഡിപ്പെൻസ് അതിൻ്റെ സൈസ് അനുസരിച്ച്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരും. അതിനുള്ള ചാനലാണ് ഡോക്ടർ ഇന്ത്യയിൽ. അതിന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുക. ലൈക്കും ഷെയർ ചെയ്യുക. പ്രധാനമായിട്ടും കമൻറ്റ് ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ഞാൻ വീണ്ടും എത്തും. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.